ഹലോ, അസ്സലാമലൈക്കും. അസ്മാ കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മളൊരു പപ്പായ വെച്ചിട്ടൊരു അച്ചാറാട്ടം ഉണ്ടാക്കാൻ പോണേ. അപ്പൊ നമുക്ക് പപ്പായൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ് അതിന്റെ കുരുകളൊക്കെ പോക്കി നമുക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. നല്ല ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് പപ്പായം. എല്ലാത്തിനും നല്ലതാട്ടോ. നമുക്ക് കറി ഉണ്ടാക്കാനും പേരുണ്ടാക്കാനും. അപ്പൊ ഞാൻ ഇന്നൊരു അച്ചാർ ഉണ്ടാക്കാനാണ് വിചാരിച്ചു കേട്ടോ. അത് വെച്ചിട്ടൊരു അച്ചാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് അതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് എടുക്കാം. അപ്പൊ നമ്മള് പപ്പായൊക്കെ മുറിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒക്കെ കഴുകിയെടുത്ത്. പപ്പായ, കറമൂസ, കറുമത്തി പല പേരുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ എന്താ പറയലെന്ന് അറിയില്ല. നിങ്ങളെന്താ പറയല് വെച്ചാ കമന്റ് ചെയ്യൂട്ടോ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടോ. ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മളെ നാട്ടിലേക്ക് പറയാൻ എങ്ങനെയാണ് പപ്പായ, കറമൂസ അങ്ങനെയൊക്കെ പറയുള്ളൂ കേട്ടോ. ഓരോ നാട്ടിൽ ഓരോ ഭാഷകളാണ്, പേരുകളാണ്. നമുക്കറിയില്ല എന്താണ്. അപ്പൊ നമുക്ക് പപ്പായ ഒന്ന് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കട്ടോ. നല്ല നേർതായിട്ട് അരിഞ്ഞെടുക്കണം. നല്ല പെട്ടെന്നായി കിട്ടുള്ളൂ. അപ്പൊ നമ്മളെ പപ്പായൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കട്ടെ. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മളൊക്കെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കട്ടോ. വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി എങ്ങോട്ടൊക്കെ കൊണ്ടുവരണം. നമ്മൾ ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കട്ടെ. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ച് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. ഗ്യാസ് കത്തിച്ച് ചട്ടി വെച്ച് നമ്മള് ഇനി എണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ. നല്ല എണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ നല്ല എണ്ണ ഒഴിച്ചെടുത്ത് ഈ എണ്ണ നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പൊ നമ്മളെ എണ്ണയൊക്കെ നല്ലോണം തിളച്ച് വന്ന് ഒരു സ്പൂണ് നിറയെ ഇല്ല കേട്ടോ. ഇത്ര ഉരുവ നമുക്ക് ഇട്ടുകൊടുക്കാം. ഉലുവ ഇട്ടെടുത്ത് കുറച്ച് കടുകിന്റെ ഒരു 1/2 സ്പൂൺ കടുക് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് രണ്ടും കൂടെ ഒന്ന് പൊട്ടി വെക്കും. അപ്പൊ നമ്മളെ ഉലുവയും കടുകും ഒക്കെ ഒന്ന് പൊട്ടി വെക്കുക കേട്ടോ. ചെയ്തിട്ട് നമ്മള് കടുക് ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ.
ഒക്കെ ഒന്ന് പൊട്ടി മുരിഞ്ഞ് വെച്ചേട്ടാ. അപ്പൊ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ഒക്കെ വളരെ കുറവാണ്, എല്ലാരും ഒന്ന് സഹകരിക്കണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ കടുകും ഉലുവയൊക്കെ ഇവിടെ മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഇത് ഇടുന്ന ഭാഗം പിന്നെ ആ ഭാഗം തന്നെ. അപ്പൊ നമുക്ക് ഇഞ്ചി ഇട്ടെടുത്ത് ഇഞ്ചിയും കൂടെ ഒന്ന് നമുക്ക് നല്ലൊരു കളറായി വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി വെളുത്തുള്ളി ഇട്ടെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മൂട്ടി വരട്ടോ. പച്ചമുളക് ഇട്ടെടുക്കാൻ 4 പച്ചമുളക് കീറി വെച്ചതാണ്, അതും കൂടെ അതിലിട്ടെടുത്ത് ഒരു 3-4 തണ്ട് കരിവേപ്പിലാണ് കേട്ടോ നമ്മളെ ഇന്ത്യയിൽ വെച്ചിരുന്നു. അപ്പൊ അതും കൂടെ അതിലേക്ക് ഇട്ടെടുത്ത് നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് പൊടികളൊക്കെ ഇട്ടെടുക്കാൻ കേട്ടോ. അപ്പം മഞ്ഞപ്പൊടി ഇട്ട് 1 സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട്, 1 സ്പൂൺ മുളക് പൊടി ഇട്ട്, എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടത്. മറ്റേ കാശ്മീരി മുളക് പൊടി ഞങ്ങളത് തീർന്നു പോയി. അപ്പൊ 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടത്. 1/2 സ്പൂണും കൂടെ ഇട്ടതിന് 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് അതൊന്നതില് ഒന്നൊന്ന് ചൂടായി വരട്ടെ. നമ്മള് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ്. ഒരു സ്പൂൺ ഉപ്പിട്ട് കായപ്പൊടി 1 സ്പൂണ് കായപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന കായത്തിന്റെ പൊടിയാണ്. ലേശം കൂടെ ഇട്ട് എല്ലാം കൂടെ നമ്മൾ യോജിപ്പിച്ചെടുത്ത് ഇനി നമുക്ക് പപ്പായ ഇട്ടെടുക്കാം കേട്ടോ. പപ്പായ അരിഞ്ഞു വെച്ച പപ്പായ നമുക്ക് ഇട്ടെടുക്കാം. എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മളെ പപ്പായ ഫുള്ള് മിക്സ് ചെയ്ത്
ഒന്ന് നല്ലോണം നമുക്ക് എല്ലാം അതില് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടില്ല നമ്മളതില്. അപ്പൊ അതൊക്കെ ഒന്ന് അതിൽ യോജിച്ച് വരണം. ഇന്ന് ലേശം നമുക്കൊന്ന് താളി വരുന്നത് ഒന്ന് വേകണം. നല്ലോണം ഒന്നൊന്ന് നമുക്ക് ഒരു ചെറിയൊരു വേവായി വരും. ഈ ഗ്യാസ് ഓണാക്കിയതാകുന്നില്ല. നമ്മൾ ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി റെഡി ആകുന്ന വരെ നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. മസാലൊക്കെ നല്ലോട്ട് യോജിക്കട്ടെ. ഒന്ന് കുറച്ച് നേരം നമ്മളൊന്ന് അടച്ചു വെച്ചതാണ്. ഒന്ന് ആവിയിലൊന്ന് നല്ല വെന്ത് കിട്ടും. ഒരു കറക്റ്റ് ഇപ്പൊ നമ്മളൊരു 5 സ്പൂണ് പഞ്ചസാര ഇതിടുന്നുണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് എരിവിനെ ബാലൻസ് ചെയ്യാനും, കുട്ടികൾക്ക് നല്ല എരിവ് കഴിക്കില്ല. അപ്പം കുറച്ച് പഞ്ചസാര ഇട്ടാല് നമുക്കൊക്കെ കഴിക്കാലോ. എരിവിനൊന്ന് നമ്മൾ ബാലൻസ് ചെയ്തെടുത്താണ് കേട്ടോ. ഓന് നമ്മളെ കണ്ടിരിക്കണം, ഓനക്കറിയാം. നമ്മൾ കുറച്ച് സുർക്ക ഒഴിച്ചെടുക്കാം. നമുക്ക് കാശ്മീരി മുളക് പൊടി ഇല്ലാത്തതുകൊണ്ടാണ് കുറെ അധികം മുളക് പൊടി ഇടാൻ കഴിയാത്തത്. കുറച്ചൊക്കെ ആയിട്ടേ ഉള്ളൂ. നമുക്കത് കുട്ടികൾ കഴിക്കുന്നോണ്ട് അത് ഓവർ എരി പറ്റിയില്ല. ഒന്ന് ഇങ്ങനെ ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ മധുരം കൂടെ ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് കമന്റ് ചെയ്യണേ. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പൊ നമ്മളെ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കട്ടോ. ഒന്ന് തണഞ്ഞ് വരട്ടോ. തണഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ബോട്ടിലില് ഇട്ടേക്കട്ടോ. ഒരു ബോട്ടിലാക്കേ. നമ്മൾ അച്ചാറൊക്കെ റെഡിയായി. നമ്മളത് ആ ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അച്ചാറൊക്കെ റെഡിയായി. ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ. അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു.